അപ്പോൾ ഗായ്സ്, അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകാൻ പോണത് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഒരു മീനിൻ്റെ ഒരു അക്വേറിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കാണാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഓൺ ദ വേ ആണ്. അപ്പോൾ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് വഴിയിൽ നിർത്തിയിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക്. ഇതപ്പോൾ വീട് എത്തിയിരിക്കുകയാണ്. ആരവിടെ ഉണ്ടോയെന്നറിയില്ല, എന്തായാലും പോയി നോക്കാം. ചെക്കൻ വന്നിട്ടുണ്ട്. ഹലോ. അപ്പോൾ ഇവനാണ് നമ്മുടെ പുലിക്കുട്ടി. അപ്പോൾ ഇവൻ നമ്മുടെ മീനും കാര്യങ്ങളൊക്കെ വളർത്തുന്നത്. അപ്പോൾ എത്ര ആയി തുടങ്ങിയിട്ട്? ഇതിപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷമൊക്കെ ആയുള്ളൂ. 1 വർഷമായില്ലേ? അപ്പോൾ നമുക്ക് ആ സെറ്റപ്പൊക്കെ ഒന്ന് കാണാൻ പറ്റുമോ? ഓക്കെ. അപ്പോൾ നമ്മളിത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്ക് കാണാം. ഇതൊക്കെയാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് ധാരാളം മീൻ ഉണ്ട്. അപ്പോൾ അതൊരു 1 വർഷമായിരുന്നു തുടങ്ങി. 2 വർഷമായി. ഇപ്പോൾ ഇങ്ങനെ നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെ എടുത്തിട്ട് 1 വർഷമായിട്ടുള്ളൂ. 1 വർഷമായി. അപ്പോൾ എത്ര തരം എന്താണ് മെയിനായിട്ട് ഗപ്പികളാണ്? ക്വാളിറ്റി ആയി ചെയ്യുന്നത് 5 ടൈപ്പ് ഉണ്ട്. പിന്നെ മിക്സ്ഡ് ഗപ്പീസും ഉണ്ട്. മിക്സ്ഡ് ഗപ്പീസ് ഉണ്ട്. മെയിനായിട്ട് ഗപ്പികളാണ് അല്ലേ? ഗപ്പികളാണ്. പിന്നെ ഫൈറ്റർ ഉണ്ട്, ബീറ്റാസ്, OHM റെഡ് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്കിതിൻ്റെ പേരൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്കതൊക്കെ ഒന്ന് കാണാം. അതെ, കാണാം. പേര് പറഞ്ഞ? അമിത്ത്. അമിത്ത് അല്ലേ? അമിത്ത്, അപ്പോൾ നമുക്ക് ഏതൊക്കെ മീൻ ഉണ്ടെന്നൊന്ന് കാണിക്കാം. അപ്പോൾ ഇതേതാണ്? ഇത് OHM ഫൈറ്റർ ബോട്ടിൽ ചെയ്യാനായതാണ്. റെഡാണ്. ആ, അപ്പോൾ നമുക്കത് എടുത്ത് കാണിക്കാൻ പറ്റുമോ? കാണിക്കാം. ഇത് മെയിലാണ്, ഇതൊക്കെ ബോട്ടിൽ ചെയ്യാനായതാണ്. അതെ. ഫീമെയിൽ ഉണ്ട് ഏകദേശം. ഈ സൈസ് മുതലുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിന് എന്തൊക്കെ ഫുഡാണ് മെയിനായിട്ട് കൊടുക്കുന്നത്? മെയിനായിട്ട് മൊയിനെയാണ് കൊടുക്കുന്നത്. പിന്നെ അപ്പോൾ നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. മാർക്കറ്റിൽ മറ്റേ പെറ്റ് ഷോപ്പിലും ഈ അക്വേറിയം ഷോപ്പിലും മൊയിനെ അവൈലബിൾ ആണോന്ന് എനിക്കറിയില്ല. ഞാനിതൊരു ബ്രീഡറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഓക്കെ. അത് നമുക്ക് ആ സംഭവം ഒന്ന് ഇതാക്കണം. അപ്പോൾ ഇതെങ്ങനെ ലിക്വിഡ് ഫോം ആണോ? ഇത് ഒരു ലൈഫ് ഫുഡാണ്. ഇതിന് ഞാൻ കൊടുക്കുന്ന ഈസ്റ്റാണ്. അപ്പോൾ അത് കൾച്ചർ ആയിക്കോളും. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനത്തെ മീനിൻ്റെ റേറ്റ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? അത് ഇപ്പോൾ ഇതൊന്നും കൊടുക്കാനുള്ളതല്ല. ഇതിപ്പോൾ ഈ സൈസിന് കൊടുത്തിട്ടില്ല ഇതുവരെ. ഇതിന് ബ്രീഡിങ് തയ്യാറാക്കിയിട്ടേ കൊടുക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു എത്ര മാസത്തിലെ ബ്രീഡാവും? ഇതിൻ്റെ 4 മാസം തൊട്ട് ബ്രീഡ് ചെയ്യുന്നവരുണ്ട്. ഉണ്ട്. പിന്നെ ഒരു 5 മാസം 6 മാസം ആകുമ്പോഴാണ് ഞാൻ ചെയ്യാല്ലേ? അതിപ്പോൾ ചെയ്താൽ കുഞ്ഞുങ്ങളുടെ കൗണ്ട് പറയും. ഇപ്പോൾ ഞാൻ ഇതിനിപ്പോൾ അക്വേറിയത്തിലൊക്കെ ഇട്ട് നമുക്ക് ഓക്സിജനൊക്കെ കൊടുക്കണ്ടേ? അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലേ? ഇല്ല. ഇവർക്ക് മറ്റേ നമ്മുടെ എയറിന് തന്നെ ഓക്സിജൻ അടിക്കും. പിന്നെ ഈ എന്തൊരു പ്ലാന്റ് ഒക്കെ ഇല്ലേ, ഈ ഓക്സിജൻ പ്ലാന്റുകൾ, അതൊക്കെ ഇട്ടുകൊടുത്താൽ നല്ലതാണ്. എനിക്ക് അത് അത്രത്തോളം ഇട്ടുകൊടുക്കാൻ ഇല്ല. ഓക്കെ. അപ്പോൾ നമുക്കെന്നാ വേറെ. അപ്പോൾ അമിത്തെ ഇതേതാണ്? ഇത് പ്ലാറ്റിനം ഗോൾഡ് എന്ന് പറഞ്ഞൊരു ബ്രീഡാണ്. അപ്പോൾ ഇതിനെ ഞാൻ കുഞ്ഞുങ്ങളെല്ലാവരിനെയും കൂടി ഒരുമിച്ച് ഇറക്കി വിട്ടിരിക്കുകയാണ്. ഓക്കെ.
ഇതിലെ അധികം ക്വാളിറ്റി ഇല്ലാത്തതിലേക്ക് മാറ്റും. അപ്പോൾ ഇത് ഇതിലിട്ടിരിക്കുന്ന ഓക്സിജൻ പ്ലാന്റ് ആണോ? അത് ഫോക്സ് ടെയിൽ പറഞ്ഞൊരു പ്ലാന്റ് ആണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് റേറ്റ് വരുന്നത്? ഇതിന്റെ റേറ്റ് ഇപ്പൊ പെയറിന് 150 രൂപയ്ക്ക് കൊടുത്തോണ്ടിരിക്കുന്നത്. പെയറിന് 150 രൂപ അല്ലേ? അപ്പോൾ ഈ മീൻ എല്ലാം ഒരേ ഫുഡ് തന്നെയാണ്? മീനെല്ലാം ഒരേ ഫുഡല്ല. ഇപ്പോൾ ഇത് വൈറ്റും ഗോൾഡും കയറി വരുന്ന മീനായതുകൊണ്ട് ഇവർക്ക് റെഡിഷ് കളർ കൂടുതലും കയറി വരും. അപ്പോൾ ഇവർക്ക് ഇവിടെ ഉണ്ടാക്കുന്ന ഫുഡാണ് കൊടുക്കുന്നത്. വേറെ ഇപ്പോൾ ചില്ലി മൊസൈക്കിനോ വൈൽഡ് റെഡിനൊക്കെ ആണെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അല്ലേ മീനിന്റെ? ഒരുപാടൊന്നും ഇല്ല, ഒരു 5 വെറൈറ്റീസ്. അപ്പോൾ ഇവർക്കാണെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന ഫുഡാണ് കൊടുക്കുന്നത്. അത് ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കും. അത് കൂടാതെ ഇവർക്ക് മറ്റേ സ്പൈറലീനാന്റെ ഫ്ലേക്സ് കൊടുക്കുന്നുണ്ട്. ഇനി ഇവർക്കാണെങ്കിൽ ആർട്ടീമിയ ഫ്ലേക്ക്, ഇതൊക്കെ ഏതാണ്? ഇത് ചില്ലി മൊസൈക്ക് ബിഗ് ഇയർ. ഇതെന്റെ ബ്രൂഡാണ്. ഇതിന്റെ ഇപ്പൊ ഫസ്റ്റ് ബാച്ച് ഒക്കെ സെയിലായി പോയി. ഇനിയിപ്പോ അടുത്ത കുഞ്ഞുങ്ങളായിട്ടുണ്ട്. ഒരു 2 മാസത്തിനുള്ളിൽ സെയിൽ ചെയ്യാനാവും. അതെല്ലേ? ഇതേതാണ് ഐറ്റം? ഇത് പ്ലാറ്റിനം ഗോൾഡ്. ഈ കുഞ്ഞുങ്ങളുടെ എല്ലാം പാരന്റ്സ് ആണ്. ഓക്കെ. ഇതാണ് എന്റെ ബ്രൂഡ്, ഇപ്പൊ കയ്യിലുള്ള ബ്രൂഡാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇതൊക്കെ ബ്രീഡ് ആയതാണോ? ഇതിന്ന് ഇറങ്ങുന്ന കുഞ്ഞുങ്ങളാണ് ഇവിടേക്ക് മാറ്റിയിട്ടിട്ട് ഫീഡ് ചെയ്ത് വലുതാക്കുന്നത്. അപ്പോൾ ഇതില് മൊത്തം 5 വെറൈറ്റി ഉണ്ട്. 5 വെറൈറ്റി ഉണ്ട് അല്ലേ? ഇത് എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്? ഇത് ഇമ്പോർട്ട് ചെയ്യണ ഒരാളുണ്ട്, ആദർശ് ഫ്ലോയിഡ് പറഞ്ഞ ആളുണ്ട്. അയാളുടെ കയ്യിൽ നിന്ന് പോയി എടുക്കും. തായ്ലാൻഡിൽ നിന്ന് നേരിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ ആളുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ അയാളുടെ കയ്യിൽ നിന്നാണ് എടുക്കുന്നത് ഫിഷസ് എല്ലാം. അപ്പോൾ ഇത് മൊത്തം ആളുടെ നിന്നാണ്? ഇത് മൊത്തം ആളുടെ നിന്നാണ്. അപ്പോൾ വേറെ ഏതൊക്കെയാണ്? വേറെ ഇപ്പോൾ വെറൈറ്റി ആയിട്ട്? വെറൈറ്റി മെറ്റൽ ബ്ലാക്ക് ഉണ്ട്. മെറ്റൽ ബ്ലാക്ക് അതൊന്നും കാണാം. മെറ്റൽ ബ്ലാക്ക് അതിപ്പോ എനിക്ക് ബ്രൂഡായിട്ട് ഒരു പെയർ മാത്രമേ ഉള്ളൂ. ബ്രൂഡ് പറയാൻ ഒരു പേരേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞ ഒരു ബ്രീഡാണ് കേട്ടോ. ഇതിപ്പോ ഇതാണ് എന്റെ ബ്രൂഡ്. കുഞ്ഞുങ്ങളായി കിടക്കുകയാണ് ഇപ്പോൾ ഇതില്. അതെല്ലേ? അതൊക്കെ കുഞ്ഞുങ്ങളാണ് അല്ലേ? കുഞ്ഞുങ്ങളായി കിടക്കുക. ഒക്കെ കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. അതൊക്കെ കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ. അപ്പോൾ ഇതിപ്പോ ഹൈ ക്വാളിറ്റി അങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ടല്ലോ. ഇതിപ്പോ ക്വാളിറ്റി കൊണ്ടാണ് ഇപ്പോ വില ഉള്ളത് അല്ലേ? ക്വാളിറ്റി കൂടുമ്പോൾ നമുക്ക് വില കൂടും അല്ലേ? ഇപ്പൊ ഇവിടെ ഉള്ളതൊക്കെ ഏകദേശം പ്ലാറ്റിനം ഗോൾഡ് ഒഴികെ വേറെ എല്ലാം ഒരുവിധം വില ഉള്ളതാണ്. അപ്പോൾ ഗപ്പിക്ക് ഇത്രയൊക്കെ വിലയുണ്ട് അല്ലേ? അപ്പോൾ വേറെ ഇപ്പോൾ നമ്മൾ കയറി വന്നപ്പോൾ 2-3 മീൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതേതാണ്? അത് ഓയിച്ചമിന്റെ മെയിൽസ് ആണ്. ഫുൾ റെഡ് മെയിൽസ് ആണ് അല്ലേ? ഇതെന്താ ഒരു വെള്ളത്തിനൊരു കളർ മാറ്റം? അത് ഈ ടെമ്പറേച്ചർ ഇങ്ങനെ മാറിയൊക്കെ വരുന്നത് കൊണ്ട് അതിൽ മെഡിസിൻ ആക്കി വെച്ചിരിക്കുകയാണ്. ടൈപ്പ് മീനാണ്. ഇപ്പോ ഇതിൽ കിടക്കുന്നത് പ്ലാറ്റിനം ഗോൾഡിന്റെ ക്വാളിറ്റി നന്നായി കിട്ടാൻ വേണ്ടിട്ട് മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതിൽ കാണുന്ന ഫുള്ള് മെയിൽസ് ആണ്. അതെല്ലേ? അതിലാണ് ഇപ്പൊ മെയിൽസ് ഇട്ട് വെച്ചിരിക്കുന്നത്. അല്ലേ ഫീമെയിൽസും. അപ്പൊ ഇതിന്റെയൊക്കെ റേറ്റ് ഒക്കെ എങ്ങനെയാണ്? ഇതിന് പെയർ 150 രൂപയാണ് വരുന്നത്. 150 രൂപ. ഇതെങ്ങനെ ക്വാളിറ്റി എങ്ങനെയാണ്? ക്വാളിറ്റി അവര് ചെറുപ്പത്തിൽ ഫീമെയിലും മെയിലും അറിയുമ്പോ തൊട്ടേ അവനെ സെപ്പറേറ്റ് ചെയ്തിടൂല്ലേ? അപ്പൊ ഇത് സെപ്പറേറ്റ് ചെയ്ത് ഇടണം തന്നെയാണ് അല്ലേ? സെപ്പറേറ്റ് ചെയ്ത് ഇട്ടില്ലെങ്കിൽ അവര് ചെറുപ്പം തന്നെ ക്രോസ് ആയിട്ട് ക്വാളിറ്റി ഇല്ലാത്തതും ക്വാളിറ്റി ഉള്ള കൂടി ക്രോസ് ആയിട്ട് കുഞ്ഞുങ്ങള് ഇഷ്യൂ വരും അല്ലേ? ഇഷ്യൂ വരും. അവർക്ക് കുഞ്ഞുങ്ങൾ ഇറങ്ങുമ്പോ ക്വാളിറ്റി ഇല്ലാണ്ട് വരും. അപ്പൊ ഇങ്ങനത്തെ മീനിനൊക്കെ അന്ന് അപ്പൊ കാണിച്ച പോലത്തെ ഫുഡ് തന്നെയാണോ കൊടുക്കുന്നത്?
ഈ മീനുകൾക്കൊക്കെ അതേ ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ഇപ്പോൾ ഒരു ഈ കടുക് മണി പോലത്തെ ഒരു തീറ്റയൊക്കെ അതൊക്കെ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു മൈദയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കൊടുക്കുന്നതുകൊണ്ട് മീനിന് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല. അത് മീനിന് ഡൈജഷൻ കറക്റ്റ് ആവാതെ ചത്തു തന്നെ ചെയ്യും കുറച്ച് നാൾ കഴിയുമ്പോൾ. ഓക്കെ. ഇത് നമ്മൾ അവിടെ കണ്ട വൈൽഡ് റെഡിന്റെ ഫീമെയിൽസും അപ്പുറത്ത് മെയിലും സെപ്പറേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇത് മെറ്റൽ ബ്ലാക്കിന്റെ കുഞ്ഞുങ്ങൾ. ഇത് എന്ത് പ്ലാന്റ് ആണ്? ഇത് ഫോക്സ് ടെയിൽ പറഞ്ഞ പ്ലാന്റ് ആണ്. ഫോക്സ് ടെയിൽ ആണ്. അതാണ് സെയിൽ സൈസ് ആയിക്കൊണ്ടിരിക്കുന്ന ചില്ലി മൊസൈക്കിന്റെ കുഞ്ഞുങ്ങൾ. ഓക്കെ. ഇത് നമുക്ക് മിക്സഡ് ഗപ്പീസാണ് അല്ലേ? മിക്സഡ് ഗപ്പീസാണ്. അപ്പോൾ ഇതിന്റെ റേറ്റ് ഒക്കെ ഒന്ന് പറയാം. ഇതിന്റെ റേറ്റ് പറഞ്ഞാൽ ഇതിപ്പോ മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ റേറ്റ് കുറയും. ഇപ്പോൾ കുറച്ച് പേരൊക്കെ ആണെങ്കിൽ കുറയില്ല. ഓക്കെ. അപ്പോൾ ഇത് എങ്ങനെ ബ്രീഡ് എങ്ങനെയാണ്? ഹൈബ്രിഡ് ആണോ? അല്ല, ഇത് നമ്മുടെ മറ്റേ ജർമ്മൻ റെഡ് പറഞ്ഞ ബ്രീഡും പിന്നെ വൈൽഡ് റെഡ് ഒക്കെ കൂടി ക്രോസ് ആയി ഇറങ്ങി വന്നതാണ്. ക്വാളിറ്റി ഇതിന് ക്വാളിറ്റി പറയാനൊന്നുമില്ല. ഇതിപ്പോ ഈ ഹോൾസെയിൽ ആയിട്ടൊക്കെ കൊടുക്കാനേ കഴിയുള്ളൂ. പിന്നെ ഈ പിള്ളേരൊക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കും. റേറ്റ് അതൊക്കെ ഒന്ന് പറയും. ഇതിനിപ്പോ പെയർ ആയിട്ട് കൊടുക്കുന്നത് 40 രൂപയ്ക്കാണ്. 40 രൂപ. ഓക്കെ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും മീനിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചാൽ ക്ലിയർ ചെയ്ത് കൊടുക്കും. പിന്നെ ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ടോ? കൊറിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾ ഓവർ കേരളയാണോ? ഓൾ ഓവർ കേരള. അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഇപ്പോൾ കുറേ പേര് പുതിയതായിട്ട് ഇങ്ങനെ മീൻ കൃഷി മേഖലയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? അവരോടിപ്പോൾ ആദ്യം തന്നെ ഒരുപാട് നമ്മൾ റേറ്റ് ഉള്ളത് എടുക്കാണ്ട് ഒരു ബിലോ ഒരു 200 ചെയ്യുക ആദ്യം. പിന്നെ നമുക്ക് ഒരുപാട് വിലയിലുള്ളടുത്ത് ചെയ്താലും നമുക്ക് എക്സ്പീരിയൻസ് ആയി അതിനെക്കുറിച്ച് അറിയുമ്പോൾ. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്താണ് കൂടുതൽ മീൻ കൃഷിയിലേക്ക് ആൾക്കാർ വരുന്നത്. ഞാനും അങ്ങനെയാണ് ഇപ്പോൾ വന്നത്. ലോക്ക്ഡൗൺ ആയ പിന്നെയാണ് ഞാനും ഈ ഒരു വർഷം ആയിട്ടാണ് ഞാനും ഇപ്പോൾ നല്ലതൊക്കെ എടുത്തത്. ഓക്കെ. അപ്പോൾ നമുക്ക് മെയിനായിട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ മെയിനായിട്ട് അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടതെന്നൊക്കെ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം അല്ലേ? അതെ അതെ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഫുഡൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം. ഓരോ ടൈപ്പ് ഫിഷിനും ഇപ്പോൾ റെഡ് ഫിഷിന് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് അവർക്ക് പ്രിൻസ്വിന് അങ്ങനെ എല്ലാ ഫുഡും കൊടുക്കാം. പക്ഷേ ഈ ഗോൾഡ് കളർ വൈറ്റ് കളർ ഫിഷിനൊക്കെ അതിന് പ്രത്യേക ഒരു ഫുഡൊക്കെ കൊടുക്കണം. എന്നാലേ അവർക്ക് വാലിൽ റെഡിഷ് കളർ കയറി വരാനിരിക്കുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് പ്രത്യേക എന്തെങ്കിലും മെഡിസിനൊക്കെ ഇതിന് ചെയ്യുന്നുണ്ടോ? മെഡിസിൻ ഞാനിവിടെ മെഡിസിൻ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ അങ്ങനെ അസുഖം വന്ന ഒരു മെഡിസിൻ ഉണ്ട്. അത് കൂടാതെ ഞാൻ കല്ലുപ്പ് ഇട്ട് കൊടുക്കും. കല്ലുപ്പ് എല്ലാ പ്രാവശ്യം വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോഴും ഒരു കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്താൽ അത് നന്നാവും. നമുക്ക് ഒരു ചെറിയൊരു സർപ്രൈസും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവരൊരു ഗീവ് അവേ നടത്തുന്നുണ്ട്. അതായത് ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ്, ഇവരുടെ ഫേസ്ബുക്ക് പേജ്, പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ, ഇത് മൂന്നും സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആയിട്ട് ഫോളോ ചെയ്യപ്പോൾ എന്താണ് ഗീവ് അവേ കൊടുക്കുന്നത്? ഇത് 5 പേരായിട്ട് കൊടുക്കുന്നു. പ്ലാറ്റിനം ഗോൾഡ് 5 പേർ കൊടുക്കുന്നു. നമ്മുടെ ഈ സാധനം അല്ലേ? അതെ. ഈ ഗീവ് അവേയിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഐ ഡി, ഇവരുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഐ ഡി ഫോളോ ചെയ്യുക. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ചൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ VR മീഡിയ ടെക് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഗീവ് അവേ വിന്നർ അനൗൺസ് ചെയ്യുന്നത് നമ്മുടെ ഫെബ്രുവരി ഫസ്റ്റ് വീക്കിനാണ് നമ്മൾ ഗീവ് അവേ അനൗൺസ് ചെയ്യുന്നത്. അതുവരെ നിങ്ങൾക്ക് ടൈമുണ്ട്. അപ്പോൾ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക. അത് ഇവർ സെയിൽസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ ചൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇവർ കൊറിയർ സർവീസായിട്ട് ഓൾ ഓവർ കേരള ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. Hey there. Subscribe to my channel. And also press this bell icon.